ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതക കേസിൽ ടിഎംസി മുൻ എംഎൽഎ അറസ്റ്റിൽ. പാനിഹതി മുൻ എംഎൽഎ നിർമ്മൽ ഘോഷാണ് അറസ്റ്റിലായത്. കുടുംബത്തിന്റെ അനുമതിയില്ലാതെ മൃതദേഹം സംസ്കരിച്ചതിൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തൗഫീഖ്, അതായത് മമതാ ബാനർജി സർക്കാർ അധികാരത്തിലുള്ള സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിൽ ടിഎംസിക്കൊക്കെ നേരെ വിവാദങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഉയരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു ടിഎംസിയിലെ തന്നെ മുൻ എംഎൽഎ അറസ്റ്റിലാകുന്നു. എങ്ങനെയാണ് വിവരം? ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഈ പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിൽ ഇരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ വലിയ രീതിയിൽ വിവാദമായിരുന്നു. വളരെ പെട്ടെന്ന് കുടുംബത്തിന്റെ അനുമതിയില്ലാതെ സംസ്കാരം നടത്തിയതിനാണ് ഈ ഹാനിപ്പതി മുൻ എംഎൽഎ നിർമ്മൽ ഘോഷിനെതിരെ പോലീസിന്റെ നടപടി ആരംഭിച്ചത്. നേരത്തെ തന്നെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെയോടുകൂടി മുൻ എംഎൽഎയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എംഎൽഎയെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യണമെന്നാണ് ബംഗാൾ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം കുടുംബത്തിന് അനുമതിയില്ലാതെ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് എംഎൽഎ നേതൃത്വം നൽകിയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് എംഎൽഎ വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യണം. കാരണം ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഗൂഢാലോചന ഉൾപ്പെടെ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. എംഎൽഎക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായി പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ ബംഗാൾ പോലീസിനുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട ഈ മൃതശരീരം സംസ്കരിക്കാനായിട്ട് എംഎൽഎ നേതൃത്വം നൽകിയത് എന്നുള്ളൊരു സംശയമാണ് പോലീസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസ് കൂടിയായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിലേത്. വലിയ പ്രതിഷേധം ഉൾപ്പെടെ ബംഗാളിന്റെ വിവിധ ഇടങ്ങളിൽ ഉയർന്നു വരികയും മമതാ സർക്കാർ വലിയ പ്രതിസന്ധി നേരിടുകയും എല്ലാം ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം വളരെ വേഗം തന്നെ എംഎൽഎയുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. എംഎൽഎ ഏതായാലും പിടികൂടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലും ആരംഭിച്ചിട്ടുണ്ട്.